10,000 12,000 രൂപയ്ക്ക് ഇടയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞപ്പോൾ അറിയാം, നല്ല ടൈറ്റാണ്. അത്യാവശ്യം ഒരു ടൗൺ കൂടി ആണെങ്കിൽ പറയും വേണ്ട, നമ്മുടെ കഥ തീർന്നു. അപ്പോൾ എന്ത് ചെയ്യണം? എക്സ്ട്രാ ഇൻകം നമ്മൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ എക്സ്ട്രാ ഇൻകം നമ്മൾ എങ്ങനെ കൊണ്ടുവരും, എവിടെ നിന്ന് നമ്മൾ പണം ഉണ്ടാക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ റൈറ്റിംഗ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. പല ആൾക്കാർക്കും ബുക്ക് എഴുതാൻ ഇഷ്ടമാണ്. ബുക്ക് എഴുതുന്ന ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പല ആൾക്കാരുടെയും പേരിൽ ബുക്ക് പബ്ലിഷ് ചെയ്തതും നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ വിചാരം അവർ കുത്തിയിരുന്ന് എഴുതിയിട്ട് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തതാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അല്ലാത്ത ഒരുപാട് പേരുണ്ട്. അതായത് വാടകയ്ക്ക് എഴുത്തുകാരെ ഹയർ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ പേര് പറയുന്നില്ല, മോശമല്ലേ അവർക്കത്. പക്ഷേ ഈ എഴുതിയ ആൾക്കാർ പലപ്പോഴും വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാനാണ് അവർക്ക് എഴുതി കൊടുത്തത് എന്ന് പറയുമ്പോഴാണ് നമ്മളറിയുന്നത്, ഓഹോ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കളി നടന്നിട്ടുണ്ടോ. സത്യം, അങ്ങനെ എഴുതി കൊടുക്കുന്ന, വാടകയ്ക്ക് എഴുതി കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് തന്നെ നേരിട്ടറിയാം. ഈ എഴുതി കൊടുക്കുന്ന ആൾക്കാരുടെ ഇത്തരം വർക്കുകൾ ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത്, അതായത് ഇൻഡിസൈനിൽ ബുക്കിൻ്റെ രൂപത്തിലേക്ക് എഡിറ്റ് ചെയ്ത് ബുക്കാക്കിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്രിൻറ്റിങ്ങിലേക്ക് റെഡിയാക്കി ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൊടുത്ത ആളാണ് ഞാൻ. അത് അവരുടെ എഴുത്തല്ല, അത് വേറെ ആൾക്കാർ പറഞ്ഞ സാധനങ്ങളാണ്, പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇത് ഇവർ എഴുത്തിൻ്റെ രൂപത്തിലേക്ക് ആക്കി മാറ്റുന്നു. പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടായിരിക്കും, ഇതാണ് എൻ്റെ കണ്ടൻറ്റ് കേട്ടോ, ഇതെനിക്ക് എഴുതി തരണം. സോ ഇവിടെ എഴുത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂലിക്ക് ചെയ്യാവുന്ന പരിപാടിയാണ്. വരുമാനത്തിന് ഒരു വഴിയാക്കി മാറ്റാവുന്ന ഒരു കാര്യമാണ്.